ഹായ് ആൾ, ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക്. കുറച്ച് പേരുള്ളൂ ലൈവില്, കാരണം ഞാൻ സമയമൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എടുക്കാം കേട്ടോ. കുറച്ചേ എടുക്കുന്നുള്ളൂ. MPC 021 കൗൺസിലിംഗ് സൈക്കോളജിയുടെ 3ാമത്തെ ഫ്രീ ക്ലാസ് ആണിത്. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കൗൺസിലർ ആണ്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കൗൺസിലറിൽ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കൗൺസിലർ എന്ന ഇൻട്രൊഡക്ഷൻ വളരെ വിശദമായിട്ട് പറഞ്ഞു. അത് സബ് ടോപ്പിക് ആയിട്ട് വരുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് എ കൗൺസിലർ ഉണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഈ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൽ നമ്മള് ദ പ്രോസസ് ഇൻവോൾവ് ഇൻ ദ ട്രെയിനിങ് ഓഫ് കൗൺസിലേഴ്സ് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഇനി പറയാൻ പോകുന്നത് സ്റ്റുഡൻസ് ട്രെയിനീസിന് എന്തൊക്കെയാണ് കൊടുക്കുക, നിങ്ങളെ പോലെയുള്ള സ്റ്റുഡന്റ് ട്രെയിനീസിന് എന്തൊക്കെയാണ്, ഇന്റേൺഷിപ്പ് പോലെയുള്ളതാട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്റ്റുഡൻസ് ട്രെയിനീസിന് എന്തൊക്കെയാണ് കൊടുക്കുന്നത്, ഇവിടെ ഞാൻ കൊടുക്കുന്നതൊക്കെ ഇതിൽ പെടുന്നുണ്ട് കേട്ടോ. ദേ ഹാവ് ടു റിപ്പോർട്ട് ഓൺ ഒബ്സർവ്ഡ് കൗൺസിലിംഗ് സെഷൻ, സ്റ്റിമുലേറ്റഡ് ഓർ റിയൽ. സ്റ്റിമുലേറ്റഡ് ഓർ റിയൽ ആയിട്ടുള്ള സെഷൻ അവർ അറ്റൻഡ് ചെയ്യണം. ശരിക്കും നമ്മൾ സിമുലേറ്റഡ് ആണ് ചെയ്യാറുള്ളത്, റിയൽ കൊടുക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആരോട് അവർക്ക് തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളോട് പറയാൻ വേണ്ടിയിട്ടല്ലേ അവർ വരുന്നത്. സോ ഒരാൾ ഇരിക്കുന്നത് പലപ്പോഴും ആളുകൾക്ക് ഡിസ്റ്റർബൻസ് ആകും. ഒരു കൗൺസിലറും ഒരു ട്രെയിനിയും കൂടെ ഇരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ സ്റ്റിമുലേറ്റഡ് ആയിട്ട്, അതായത് കൗൺസിലിംഗ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് ട്രെയിനിങ് കൊടുക്കുക ചെയ്യുക. റോൾ പ്ലേ മോക്ക് സെഷൻസിലൂടെയൊക്കെയാണ് ചെയ്യിപ്പിക്കാറുള്ളത്. സിമുലേറ്റഡ് സെഷൻസിലാണ്. റിയലി ഇരുത്താറ് വളരെ കുറവാണ്. ഇനിയിപ്പോ റിയൽ ആണെങ്കിൽ അവര് പാകത്തിലാക്കി അവരെ തന്നെ ഒറ്റയ്ക്ക് കേസ് എടുക്കാൻ പാകത്തിലാക്കാണ്. അപ്പം ഒരു ഒബ്സർവ്ഡ് കൗൺസിലിംഗ് സെഷനിൽ അവർ റിപ്പോർട്ട് ചെയ്യണം. ഐഡന്റിഫൈ ദ ലേണിംഗ് മെത്തേഡ്സ് അവൈലബിൾ ടു ദ ട്രെയിനിങ് കൗൺസിലർ. അപ്പം ട്രെയിനിങ് കൗൺസിലർക്ക് അവൈലബിൾ ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡ്സ് ഒക്കെ അവർ ചെയ്യണം. നമ്മളിവിടെ കേസ് ഹിസ്റ്ററി പഠിപ്പിച്ചു കൊടുക്കും, MSc പഠിപ്പിച്ചു കൊടുക്കും, അതുപോലെ തന്നെ തെറപ്പീസ് ഏതൊക്കെ ഉണ്ടെന്നൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കും. CBT തെറാപ്പിയുടെ ബേസിക്സ് പഠിപ്പിച്ചു കൊടുക്കും. പ്രിമാരിറ്റൽ കൗൺസിലിംഗ്, ഫാമിലി തെറാപ്പി, ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ ലേണിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ള കുട്ടികൾ അറിയുകയും പഠിക്കുകയും വേണം. Demonstrate difficulties that might arise when first learning and applied micro skills. ഈ നമ്മൾ ഒരു കൗൺസിലിംഗ് സെഷനിൽ ഇരിക്കുമ്പോൾ കുറെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മൈക്രോ സ്കിൽസ് വരെ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കേസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു മുഖഭാവം മാറുമ്പോൾ പോലും ഒന്ന് ഇങ്ങനെ ആയപ്പോഴും അത് വളരെ ഇമ്പാക്ട് ഉണ്ടാക്കും കൗൺസിലിംഗ് വന്ന ആൾക്ക്, അതായത് കൗൺസിലിംഗ്. അപ്പോ അങ്ങനത്തെ കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ട് നമ്മൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ. അതൊക്കെ അവർക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കണം. ഐഡന്റിഫൈ വൈ ട്രെയിനിങ് കൗൺസിലർ മൈറ്റ് ബി അൺവില്ലിംഗ് ടു ഡിസ്ക്ലോസ് പേഴ്സണൽ പ്രോബ്ലംസ് ഡ്യൂറിംഗ് ട്രെയിനിങ്ങിന്റെ സമയത്ത് അവർക്ക് പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് അവർ പറയുന്നില്ല എന്നും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഐഡന്റിഫൈ റിസ്ക് ദാറ്റ് ക്യാൻ അറൈസ് ഫോർ ട്രെയിനിങ് കൗൺസിലർ നോട്ട് വില്ലിംഗ് ടു ഡിസ്ക്ലോസ് പേഴ്സണൽ പ്രോബ്ലംസ്. അവരുടെ പേഴ്സണൽ പ്രോബ്ലംസ് അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന റിസ്കുകളെ പറ്റിയിട്ട് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക വേണം, നമ്മൾ കണ്ടെത്തുകയും വേണം. ഡിസ്കസ് ഡിഫറെന്റ് അപ്രോച്ചസ് ടു മോഡലിംഗ് ആസ് എ ഫോം ഓഫ് കൗൺസിലിംഗ്. പല കൗൺസിലിംഗിന് മോഡലിംഗ് ഫോംസ് ഉണ്ട്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഫോംസും നമ്മൾ ഡിസ്കസ് ചെയ്ത്, ഞാനിവിടെ ഇന്റേൺഷിപ്പ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഈവൻ കയറി വരുമ്പം ഒരു പേഷ്യന്റ് എങ്ങനെയാണ് റിസീവ് ചെയ്യേണ്ടത് എന്ന് വരെ പഠിപ്പിച്ചു കൊടുക്കും. എങ്ങനെ ചിരിക്കണം, ഏതൊക്കെ രീതിയിൽ ഇരിക്കണം, ഒക്കെ നിങ്ങൾ ചിരിക്കുന്നതൊക്കെ വലിയ കാര്യമാണ്. ഈവൻ നമ്മുടെ ഒരു മൈക്രോ എക്സ്പ്രഷൻ പോലും ക്ലയന്റിന്റെ അടുത്ത് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ഇവാലുവേറ്റ് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ആൻ ഒബ്സർവ്ഡ് ഇന്റർവ്യൂ. അവർക്ക് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഐഡന്റിഫൈ ദ കൗൺസിലേഴ്സ് പ്രൈമറി റോൾ ഇൻ എ ജനറൽ സെൻസ്. എന്തൊക്കെയാണ് റോൾ എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് ട്രെയിനിങ് കൗൺസിലേഴ്സിന്. അവരത് പഠിക്കുകയും വേണം. ഷോ ഹൗ ടു യൂസ് മിനിമൽ റെസ്പോൺസ് ആസ് എൻ ഇമ്പോർട്ടന്റ് തിങ് ഓഫ് ലിസണിംഗ് വിത്ത് ഇന്റന്റ്. കേട്ടോ, നമ്മൾ വിചാരിക്കുക കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കൗൺസിലർ കുറേ സംസാരിക്കുക, കൗൺസിലിംഗ് ഇങ്ങനെ കേട്ടിരിക്കുക. അല്ല, ഒരു ഹവർ സെഷനിൽ വെറും 15 മിനിറ്റ്സ് ആണ് ഒരു കൗൺസിലർ സംസാരിക്കുക. ബാക്കി 45 മിനിറ്റ്സും നമ്മൾ ലിസൺ ചെയ്യുക. സോ നമ്മുടെ മിനിമൽ റെസ്പോൺസും അവരെ കൊണ്ട് അവർ ആക്റ്റീവും നമ്മളെ പാസീവ് ആയിട്ടാണ് വേണ്ടത്. Explain the importance of different types of non-verbal response in counseling procedure. നമ്മൾ കേട്ടിരിക്കുമ്പോൾ നമ്മുടെ തലയാട്ടുക, കണ്ണടക്കുക, അങ്ങനെ നോൺ വെർബൽ ആയിട്ടുള്ള കുറെ റെസ്പോൺസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ആവശ്യാനുസരണം അതിനെ പറ്റിയൊക്കെ നമ്മൾ ട്രെയിനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ ആദ്യത്തെ 10 എന്തൊക്കെയാണ് സ്റ്റുഡൻസ് ട്രെയിനീസിൽ നമ്മൾ കൊടുക്കേണ്ടത്? ഒന്ന്, കൗൺസിലിംഗ് സെഷനിലോ റിയൽ ഓർ സിമുലേറ്റർ സെഷനിൽ അവരെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യിപ്പിക്കുക, അവരെ ഇരുത്തിക്കണം. രണ്ടാമത്തത്
ലേണിംഗ് മെത്തേഡ്സ് അവൈലബിൾ ആക്കി കൊടുക്കണം, എന്തൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യണം, ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ അവരുടെ പേഴ്സണൽ പ്രോബ്ലംസ് അവർ അൺവില്ലിംഗ് ആണോ പറയാനുള്ളത് കണ്ടെത്തണം. സെഷനിലുള്ള റിസ്കുകൾ എന്തൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ ഡിഫറെന്റ് മോഡൽസ് ഓഫ് അപ്രോച്ചസ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇവാലുവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം ഒരു കള്ളമാണ് പറയുന്നതൊക്കെ നമുക്ക് നോൺ വെർബൽ ക്യൂ നോക്കിയാൽ മനസ്സിലാവും. അവർ സംസാരിക്കാൻ ഒരു കള്ളമാണോ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചെടുക്കണം. കൗൺസിലറിന്റെ പ്രൈമറി റോൾ എന്താണ് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ലിസണിങ് വിത്ത് ഇന്റന്റ് ആണ് നമ്മുടെ ഇമ്പോർട്ടന്റ് മീൻസ്. നമ്മൾ മിനിമൽ റെസ്പോൺസ് കാണിക്കണം, അവരാണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോൺ വെർബൽ റെസ്പോൺസ് എന്തൊക്കെയാണ് കൗൺസിലിംഗ് സെഷന്റെ സമയത്ത് കൊടുക്കണമെന്ന് വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ ആണോ? ഈ 10 ഓക്കെ ആണോ? Report on the discussion of a minor problem with an anonymous person which that person relate to. കേട്ടോ, ഡിസ്കഷനിൽ ഒരു മൈനർ പ്രോബ്ലം അനോണിമസ് പേഴ്സൺ, നമ്മൾ കേസസ് ഒക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അനോണിമസ് ആയിട്ട് ആളാരാണോ, ഊര് എവിടെയാണോ, വീട് എവിടെയാണോ ഒന്നും പറയാതെ കേസസ് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഐഡന്റിഫൈ ആൻ എക്സാമ്പിൾ ഓഫ് പാരാഫ്രൈസിംഗ് ആസ് മിനിമൽ റെസ്പോൺസ് ടു റിഫ്ലക്ട് ഫീലിംഗ്. പാരാഫ്രൈസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവര് പറഞ്ഞ കാര്യങ്ങൾ അവരോട് തന്നെ തിരിച്ചു പറയാം, ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് നമ്മൾ അവര് പറഞ്ഞതും നമ്മൾ മനസ്സിലാക്കിയതും ഒന്നാണെന്ന് നോക്കാൻ വേണ്ടി. അതായത് അവർ പറഞ്ഞ മൊത്തം കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതാണല്ലേ എന്ന് തിരിച്ചു പറയുന്നതിനെയാണ് പാരാഫ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പൊ അവരുദ്ദേശിച്ച കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്, ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അവരോട് അല്ല ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം പാരാഫ്രൈസിംഗ് ഒരു എക്സാമ്പിൾ നമ്മൾ കാണിച്ചു കൊടുക്കണം. ഡിസ്കസ് ദ യൂസ് ഓഫ് പാരാഫ്രൈസിംഗ് ഇൻ കൗൺസിലിംഗ്. പാരാഫ്രൈസിംഗ് കൗൺസിലിംഗിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവർ പറഞ്ഞതും നമ്മൾ മനസ്സിലാക്കിയതും ഒരേ കാര്യമാണെങ്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റാം. ഡിഫറൻഷിയേറ്റ് കത്താർസിസ് ഫ്രം കൺഫ്യൂസ്ഡ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അവരുടെ കൺഫ്യൂസ്ഡ് തോട്ട്സും ഫീലിങ്സും കത്താർസിസും ഒക്കെ മനസ്സിലാക്കണം. അതായത് അവര് ഉള്ളിലുള്ളത് പുറത്തു വിടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, കത്താർസിസ്. അവരടക്കി പിടിച്ച അവരുടെ ഉള്ളിലെ ഫീലിങ്സ് ഒക്കെ എന്താ പറയാ, നമ്മളെ അടുത്തേക്ക് പോർ ഔട്ട് ചെയ്യുന്നതിനെയാണ് കത്താർസിസ്. അതാണോ, അല്ലെങ്കിൽ അവരുടെ കൺഫ്യൂസ്ഡ് തോട്ട്സ് ആണോ, ഫീലിങ്സ് ആണോ അവര്, അതായത് അവർ ഉള്ളിലുള്ളത് പൊട്ടിത്തെറിച്ച് പറയാ, ഐ മീൻ ഉള്ളിൽ അടക്കി വെച്ചത് പുറത്തേക്ക് ഒഴുക്കുകയാണോ, അല്ലെങ്കിൽ അവരുടെ ആശങ്കകളാണോ? ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും എനിക്ക് മടുത്തു, എനിക്ക് വയ്യ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ കത്താർസിസ് ആവും. എനിക്ക് മടുത്തു, എനിക്ക് എന്താ പറ്റുന്നതെന്ന് അറിയുന്നില്ല, അതൊരു കൺഫ്യൂഷനാണ്. ഇത് കത്താർസിസ് ഏതാണ്, കൺഫ്യൂഷൻ ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. Identify an example of reflecting back both content, thought and feeling in the same phrase. അതായത് റിഫ്ലക്റ്റിംഗ് ബാക്ക് കൊണ്ട് അത് കണ്ടന്റ് കൊണ്ട് തോട്ട്, അത് ഒറ്റ ഫ്രേസ് തന്നെ. അപ്പം നിങ്ങൾക്ക് നല്ല വിഷമമുണ്ടല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് റിഫ്ലക്റ്റിംഗ് ബാക്ക് ആണ്. കണ്ടന്റും ഫീലിംഗും, അതായത് അവർ പറഞ്ഞ കണ്ടന്റും അവരുടെ ഫീലിംഗ് കൂടി ഒരേ ഫ്രേസിൽ നമ്മൾ തിരിച്ചു ചോദിക്കുകയാണ് റിഫ്ലക്റ്റിംഗ് ബാക്ക്. എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് നല്ല വിഷമമുണ്ടല്ലേ. അപ്പൊ ഈ റിഫ്ലക്റ്റിംഗ് ബാക്കും ഐഡന്റിഫൈ ചെയ്യാൻ എക്സാമ്പിൾ വെച്ച് നമ്മൾ ട്രെയിനീസിനെ പഠിപ്പിച്ചു കൊടുക്കണം. ഡെമോൺസ്ട്രേറ്റ് or observe varying responses to a variety of closed questions in a simulated counseling session. അതായത് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ വരുന്ന റെസ്പോൺസുകൾ, അതായത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനും ക്ലോസ് ക്വസ്റ്റ്യനും ഉണ്ട്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആട്ടെ എപ്പോഴും, അതായത് അവർക്ക് എന്തും ഉത്തരം പറയാവുന്ന ക്വസ്റ്റ്യനെയാണ് നിങ്ങൾക്ക് ഇപ്പൊ എന്താ ഫീൽ ചെയ്യുന്നത്, ഇതൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ, അവർക്ക് എന്തും പറയാം. ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമാണോ സങ്കടമാണോ, അതൊരു ക്ലോസ് എൻഡഡ് ആണ്, രണ്ടുത്തരം മാത്രം. ലിമിറ്റഡ് ഉത്തരം ഉള്ളതിനാണ് ക്ലോസ് എൻഡഡ്. അപ്പൊ ക്ലോസ് ക്വസ്റ്റ്യന് വരാവുന്ന റെസ്പോൺസുകൾ എന്തൊക്കെയാണെന്നത് കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. Demonstrate or observe varying response to a variety of open questions in a simulated counseling situation. ഇനി സിമുലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൗൺസിലിംഗ് സെഷന്, അതായത് നമ്മൾ താൽക്കാലികമായിട്ട് റിയൽ അല്ലാത്ത കൗൺസിലിംഗ് സെഷനിൽ വരുന്ന ഈ ഓപ്പൺ ക്വസ്റ്റ്യൻസിന് എന്തൊക്കെ ഉത്തരങ്ങൾ കിട്ടിയേക്കാം. ഞാനൊക്കെ ചെയ്യാറുള്ളത് ഒരു ഓപ്പൺ ക്വസ്റ്റ്യൻ അവർക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അവരെ കൊണ്ട് മാക്സിമം ആൻസേഴ്സ് പറയിപ്പിക്കാറാണ്. കമ്പയർ സ്റ്റുഡൻസ് യൂസ് ഓഫ് ഓപ്പൺ ആൻഡ് ക്ലോസ് ക്വസ്റ്റ്യൻസ് ഇൻ കൗൺസിലിംഗ്. ശരിക്കും കൗൺസിലിംഗ് സെഷനിൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത്. ഓപ്പണിന്റെയും ക്ലോസിന്റെയും നമ്മൾ വ്യത്യാസങ്ങൾ നമ്മൾ ട്രെയിനീസിന് കൃത്യമായിട്ട് പറഞ്ഞ് കൊടുക്കാറുണ്ട്. Students should identify the main risk involved in asking too many questions. ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അവർ വളരെ ഡിസ്റ്റർബ്ഡ് ആവും. സോ അതിന്റെ പ്രത്യാഘാതങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. Learn to explain the importance of avoiding questions beginning with why in counseling. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ കൗൺസിലിംഗിൽ ഒഴിവാക്കാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം.
Identify in observed communication, written or oral, the application of different micro skills which would be useful in counseling. Counseling useful ആയിട്ടുള്ള കുറെ മൈക്രോ സ്കില്ലുകളുണ്ട്. നമ്മുടെ ഒരു പുഞ്ചിരി അങ്ങനത്തെ കുറെ സ്കില്ലുകളുണ്ട്, അതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ദ സ്റ്റുഡന്റ് ഷുഡ് ഡെമോൺസ്ട്രേറ്റ് എക്സാമ്പിൾസ് ഓഫ് വെൻ ഇറ്റ് വുഡ് ബി അപ്രോപ്രിയേറ്റ് ഫോർ ദ കൗൺസിലർ ടു യൂസ് കൺഫ്രണ്ടേഷൻ. കൺഫ്രണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് അഭിമുഖീകരിക്കുക, അവരുടെ ഒരു പ്രശ്നം അവരെ കൊണ്ട് കൺഫ്രണ്ട് ചെയ്യിപ്പിക്കുക, അഭിമുഖീകരിക്കാനാണ്. ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. അങ്ങനെ ചെയ്ത് താങ്കൾക്ക് എന്താണ് തോന്നുന്നത്, ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അത് റൈറ്റ് ടൈമിന് വേണം ചോദിക്കാൻ. അപ്പൊ എപ്പോ ഗുഡ് കൺഫ്രണ്ടേഷന് എലമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ദ സ്റ്റുഡൻസ് ഷുഡ് ഷോ ഹൗ റീഫ്രെയിമിംഗ് ക്യാൻ ബി യൂസ് ടു ചേഞ്ച് എ ക്ലയന്റ്സ് പെർസ്പെക്റ്റീവ് ഓൺ തിങ്. അവരുടെ ഫ്രെയിം ഉണ്ടാവും, ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അത് റീഫ്രെയിം ചെയ്ത് കൊടുക്കാം. ഇയാള് വീട്ടിൽ തന്നെ ഇരിക്കുന്നതിനെ കൊണ്ടല്ല ഇയാൾക്ക് ഈ ചിന്തകളൊക്കെ ഇങ്ങനെ വരുന്നത്. ഇയാൾ ഇത്രയും പഠിച്ചാണല്ലോ, ഇയാളൊരു ജോലിക്ക് പോവുകയാണെങ്കിലോ ഇയാൾ കുറച്ചുകൂടി എൻഗേജ്ഡ് ആവില്ലേ. അപ്പൊ ആ റീഫ്രെയിം ആണ്. ഒരു ഫ്രെയിം, ഞാൻ വീട്ടിലിരിക്കുകയാണ്, ഞാൻ അങ്ങനെയാണെന്നുള്ള ഫ്രെയിം നമ്മൾ മാറ്റി കൊടുക്കുക. അപ്പൊ റീഫ്രെയിം ചെയ്യുമ്പോൾ ഒരു കൗൺസിലിൽ ഉണ്ടാവുന്ന കുറെ വ്യത്യാസങ്ങളുണ്ട്. സോ അതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. The students must develop a method for identifying the existence of self-destructive behavior, SDB. സ്വയം നശിപ്പിക്കുന്ന രീതിയിലുള്ള ബിഹേവിയറിനെയാണ് സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ. സൂസൈഡിലെ പോലെ അല്ലെങ്കിൽ കൈ മുറിക്കുക, അങ്ങനത്തെ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുകയും ആൻഡ് ഐഡന്റിഫൈ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബിലീഫ്സ്. സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ബിലീഫുകൾ കൊണ്ട് നടക്കുന്നുണ്ടോ, ഞാൻ ഒന്നിനും കൊള്ളാത്തതാണ്, ഞാൻ പോരാത്തതാണ് എന്നൊക്കെയുള്ള ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ് ബിലീഫ് അവർ കൊണ്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എമോങ്സ് ഇൻഡിവിജ്വൽസ് വിത്തിൻ ആ ഗ്രൂപ്പില് ട്രെയിനീസ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അവർക്ക് SDB ആൻഡ് SDBs, അതായത് സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയറും സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബിലീഫ്സും ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. They should be able to explain the existence of self-destructive belief as an individual. They should be able to list methods that can be used to challenge SDB. അതായത് SDB എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ, അവരെ തന്നെ നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള ബിലീഫ്സ് ആണ്. അതിനെ ചാലഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളും നമ്മൾ ട്രെയിനിക്ക് പഠിപ്പിച്ച് കൊടുക്കണം. എക്സ്പ്ലെയിൻ വാട്ട് ഇസ് മെന്റ് ബൈ നോർമലൈസിംഗ് ഇൻ കേസ് സ്റ്റഡി. Be able to demonstrate precautions that should be observed when using normalizing. ചില കാര്യങ്ങൾ നമ്മൾ നോർമലൈസ് ചെയ്യണം കേസ് സ്റ്റഡിയിൽ. സോ എന്തൊക്കെ നോർമലൈസ് ചെയ്യണം എന്നൊക്കെയുള്ളത് നമ്മൾ ട്രെയിനീസിന് വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. The student should be able to determine optional response to different dilemmas and evaluate those optional response to different dilemmas. ഒരു ഡിലേമ നമ്മൾ പറയും, എന്നിട്ട് അതിന് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് അവരെ ട്രെയിനീസിനൊപ്പം നമ്മൾ ജനറേറ്റ് ചെയ്യിപ്പിക്കും. എന്തൊക്കെ നിങ്ങൾക്ക് ഇതിന് ഓപ്ഷൻ പറഞ്ഞു കൊടുക്കാം, ഒരാളെ ബ്രേക്കപ്പ് ആയിട്ട് വരികയാണ്, അവർക്ക് എന്തൊക്കെ ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കാം, എന്നിട്ട് ഈ ഓപ്ഷൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്താണ് the student should develop the ability to explain how the circle of awareness can be applied to assist a client in a case study. അവരെ പറ്റി അവരെ തന്നെ അവെയർ ആക്കി കൊടുക്കുക. അത് എത്രത്തോളം കേസ് സ്റ്റഡിയിൽ ഇമ്പോർട്ടന്റ് ആവും എന്നുള്ളതും ട്രെയിനീസിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. കേസ് ഹിസ്റ്ററി എടുക്കുക അല്ലെങ്കിൽ കേസ് സ്റ്റഡി എടുക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. സോ അതിൽ തന്നെ ഈ വന്നിരിക്കുന്ന പേഷ്യന്റിന് അയാളെ പറ്റി ആൾക്കാരുടെ അവയർനെസ് അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ട്. Explain why psychological blockages may arise and demonstrate how a counselor might help a client to overcome psychological blockage. എന്തൊക്കെ സൈക്കോളജിക്കൽ ബ്ലോക്കേജ് ഉണ്ട്, ആ ബ്ലോക്കേജിനെ എങ്ങനെയൊക്കെ മറികടക്കാം എന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം ട്രെയിനീസിന്. ഈ പറയുന്നതൊക്കെ നമുക്ക് വിശദമായിട്ട് ബാക്കി വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കാനുണ്ട്. ഇതിപ്പോ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് പോകുന്നതേ ഉള്ളൂ. ഇനി 30ാമത്തത് describe the steps a counselor would take a client to reach a desired goal in a case study. ഒരു ഗോളിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ സ്റ്റെപ്പ് നമ്മൾ പേഷ്യന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് ട്രെയിനീസിന് നമ്മൾ പഠിപ്പിച്ച് കൊടുക്കണം. The student should be able to identify inner dependency in observed relation and explain why good time management is important part of counseling. Inner dependency എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്താൽ, നമുക്ക് എന്തെങ്കിലും ഡിപ്പെൻഡൻസി ഉണ്ടോ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ടൈമിംഗ് മാനേജ്മെന്റ്, നമ്മൾ വരുന്ന ക്ലയന്റിന് നമുക്കില്ല. ഞാൻ ഇവിടെ ഞാനിങ്ങനെ, ഇതെന്റെ പെൻ ബോക്സ് ആണ്, ഇവിടെയാണ് എന്റെ ക്ലോക്ക് ഇരിക്കുന്നത്. ക്ലയന്റ് കാണില്ല ഞാൻ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത്, കാരണം നമ്മൾ വാച്ചിലേക്കൊക്കെ നോക്കിയാൽ അവർ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവും. അപ്പം ഇങ്ങനെ വെക്കുന്ന സമയത്ത് ക്ലയന്റ് നോക്കുമ്പോൾ ഇതൊരു എന്താണ്
ഒരു പെൻസിൽ ബോക്സ് ആണ്, പക്ഷെ അത് അവിടെ ഇവിടെ ഇങ്ങനെ ഫിലിഞ്ഞ് വാച്ച് ഇരിപ്പുണ്ട്. ഇത് കൃത്യമായിട്ടും ടൈം കാണാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ്? നമുക്ക് കൃത്യമായിട്ടും 1 hour ടൈം മാനേജ്മെന്റ് ചെയ്യണം. അത് 1 hour എന്ന് പറയുന്നത് പാർട്ടായിട്ടാണ്. റാപ്പോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇത്ര ടൈം, അറ്റൻഡിങ് ആൻഡ് ലിസണിങ് ഇത്ര ടൈം, അതുപോലെ തന്നെ ഗ്യാദർ ഇൻഫർമേഷൻ ഇത്ര ടൈം, ആക്ഷൻ പ്ലാൻ, ടെർമിനേഷൻ ഒക്കെ ടൈം ഉണ്ട്. അപ്പൊ ആ ടൈം മാനേജ്മെന്റ് ഒക്കെ നമ്മൾ ട്രെയിനീസിന് പഠിപ്പിച്ചു കൊടുക്കണം. ഞാനൊക്കെ കൃത്യം പഠിപ്പിച്ചിട്ടാണ് വിടാറുള്ളത്. The student should know the difference between terminating a session and terminating counseling process and be able to compare the same. ഒരു സെഷൻ ടെർമിനേറ്റ് ചെയ്യുന്നത് തീർക്കുന്നത് എങ്ങനെയാണ്, ഒരു കൗൺസിലിംഗ് പ്രോസസ്സ് തീർക്കുക, 2 പഠിപ്പിച്ചു കൊടുക്കണം. ഒരു സെഷൻ തീർക്കേണ്ട രീതിയാണ്. ആദ്യം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെ തീർത്ത് കിട്ടുന്നുള്ളത്, പക്ഷെ അത് നമ്മൾ പഠിപ്പിച്ച് എന്തിനെ കൊടുക്കണം. അതുപോലെ മൊത്തം മാറിപ്പോകുമ്പോൾ എങ്ങനെയാണ്, ചിലരൊക്കെ നമ്മളെ ഒരു ഷെയ്ക്കാനൊക്കെ തന്ന്, ചിലരൊക്കെ നമ്മളെ ഹഗ് ചെയ്തിട്ടൊക്കെയാണ് പോകാറുള്ളത്. കാരണം അവർക്ക് സന്തോഷമുണ്ടോ. ഇത്രയും ഇവിടെ നിന്നൊക്കെ ഒത്തിരി പേര് ഈ മെഡിസിൻ ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നവർ മെഡിസിൻ പോലും നിർത്തിയിട്ട് മാറിയിട്ടുണ്ട്. ഈ അടുത്തൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. ഷി വാസ് വെരി ഹാപ്പി, ഷി ഹഗ് മീ ആൻഡ് ഷി വാസ് ലിറ്ററലി വിത്ത് ടിയേഴ്സ് ആൻഡ് ഐ വാസ് വെരി ഹാപ്പി. കിട്ടുന്ന കാശിനേക്കാളൊക്കെ ഒത്തിരി സന്തോഷമാണ് അവരുടെ ലൈഫിൽ. ആരോടും പറയാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ അവരെന്നോട് ഷെയർ ചെയ്തു. അവർക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത കാര്യങ്ങൾക്ക് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തു. അവസാനം അവർക്ക് മെഡിസിൻ പോലും സ്റ്റോപ്പ് ചെയ്ത് നോർമൽ ലൈഫിലേക്ക് പോകാൻ പറ്റി. ഷി വാസ് വെരി ഹാപ്പി. ആ ഒരു സന്തോഷം നമ്മളിലേക്ക് ശരിക്കും പ്രൊജക്ട് ചെയ്തത് ശരിക്കും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് കേട്ടോ. ഇനി ഡെമോൺസ്ട്രേറ്റ് ഡേഞ്ചേഴ്സ് പോസ്ഡ് ബൈ ക്ലയന്റ് കൗൺസിലർ ഇന്റർഡിപെൻഡൻസി ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഡിപെൻഡൻസി ക്യാൻ ബി അഡ്രസ് ആൻഡ് പൊട്ടൻഷ്യലി ഓവർകം. ചില ക്ലയൻസ് നമ്മളിത് ഡിപ്പെൻഡഡ് ആവും, അതെങ്ങനെ ക്ലോസ് ചെയ്യണം, എങ്ങനെ അതിനെ ഓവർകം ചെയ്യണം എന്നത് ചിലവർ നമ്മൾ പറയുന്നതേ കേൾക്കും. ചില പാരന്റ്സ് ഒക്കെ വിളിച്ചിട്ട് മാഡം പറഞ്ഞാൽ കേൾക്കുന്ന പോകുമ്പോൾ അതൊക്കെ കട്ട് ചെയ്യാൻ വളരെ ചെറിയ ട്രിക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ട്രെയിനീസിനെ പഠിപ്പിച്ചു കൊടുക്കണം. Also, the student should explain any negative aspect of dependency in case study. ഈ ഡിപ്പെൻഡൻസിക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആസ്പെക്ടുകൾ ഉണ്ട്, നമ്മളോട് ഡിപ്പെൻഡന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിനനുസരിച്ച് അവര് നീങ്ങും. അപ്പം അത് നല്ലതല്ല. അപ്പൊ അതൊക്കെ നമ്മൾ സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന ട്രെയിനീസിന് പഠിപ്പിച്ച് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. 33 എണ്ണം ഉണ്ട്. പരീക്ഷയ്ക്ക് ഇതെല്ലാം കൂടെ എഴുതി വെക്കാൻ പറ്റില്ല. ഒരു 20 എണ്ണെങ്കിലും മിനിമം പഠിച്ചു. അപ്പൊ നമ്മള് പ്രോസസ് കൗൺസിലർക്ക് പ്രോസസ്സ് കൊടുക്കുമ്പോൾ എന്തൊക്കെ ട്രെയിനിങ് കൊടുക്കണമെന്നും സ്റ്റുഡൻസ് ട്രെയിനീസിന് എന്തൊക്കെ കൊടുക്കണമെന്നാണ് നോക്കിയത്. ഏകദേശം ക്ലിയർ ആണോ? പറഞ്ഞേ ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ. ഇനിയാണ് the students will gain a range of skills and knowledge necessary applying counseling concept to a range of situations as given below. എവിടെ നിന്നൊക്കെയാണ് ട്രെയിനിങ് കിട്ടുക കേട്ടോ? ഫാമിലി സപ്പോർട്ട് സർവീസ് കിട്ടും, NGO നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്, എൻ്റെ ഒരു നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്. ഗവൺമെന്റ് ഏജൻസീസ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഔട്ട്റീച്ച് സർവീസ്, വുമൺ ഹെൽത്ത് സെന്റർ, കൗൺസിലിംഗ് യങ് പീപ്പിൾ ആൻഡ് ചിൽഡ്രൻ, ഇഷ്യൂസ് ഇൻ ഫാമിലി തെറാപ്പി, സബ്സ്റ്റൻസ് അബ്യൂസ്, ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് കൗൺസിലിംഗ്, എൽഡർലി ഡെത്ത് ആൻഡ് ബെറീമെന്റ് കൗൺസിലിംഗ് അറ്റ് വർക്ക്. ഈ ഏരിയയിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാവുന്നത്. ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി ലൈസൻഷ്യർ ആണ്. ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കാനുള്ള ലൈസൻസ് എന്ന് പറയുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് പഞ്ചായത്തിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് നമുക്കിവിടെ കിട്ടുന്നത് പാരാമെഡിക്കലിന്റെ ലൈസൻസ് ആണ്. ആ ലൈസൻസ് ആണ് ഒരു ക്ലിനിക്ക് തുടങ്ങാനൊക്കെയുള്ള നമ്മുടെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ RCI, റീഹാബിലിറ്റേഷൻ ഓഫ് കൗൺസിലർ ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ആണ് മേടിക്കേണ്ടത്. Licensure requirement differ greatly by state, occupational specialty and work setting. ഓരോ സ്റ്റേറ്റിന് അനുസരിച്ചും ഓരോ ഒക്യുപേഷണൽ സ്പെഷ്യാലിറ്റി അനുസരിച്ചും വർക്ക് സെറ്റിംഗ് അനുസരിച്ചും ഒക്കെ മാറും. നമ്മളുടെ തന്നെ റിഹാബ് വരുന്നുണ്ട്, ലേണിംഗിൻ്റെത് വരുന്നുണ്ട്, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് വരുന്നുണ്ട്, മെന്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വരുന്നു. ഒത്തിരി ഓരോ സ്റ്റേറ്റും ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ സെറ്റിംഗ്സ് അനുസരിച്ച് ലൈസൻസുകൾ മാറുന്നതാണ്. Some states require school counselor to hold a state school counseling certification and have to complete at least some graduated coursework. Most require the completion of master's degree. ചില സ്റ്റേറ്റുകളിൽ, കേരളത്തിൽ ഇല്ല കേട്ടോ, സ്കൂൾ സൈക്കോളജിസ്റ്റ് സ്പെഷ്യൽ ആയിട്ട് എന്ത് വേണം, ഒരു സർട്ടിഫിക്കേഷൻ വേണം. നമ്മൾ കേരളത്തിൽ അതില്ല. MSc പൂർത്തിയാക്കിയിട്ട് പോകുന്നവർക്ക് സ്കൂൾ കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യും. Some states require school counselor to be licensed, which generally entail completing continuing education credits.
ചില സ്ഥലത്ത് ശരിക്കും ലൈസൻസ് തന്നെ വേണം. Some state require public school counselor to have both counseling and teaching certificates and have had some teaching experience. ചില സ്ഥലത്ത് ടീച്ചിങ് എക്സ്പീരിയൻസ് വേണം, ടീച്ചിങ്ങിന്റെ സർട്ടിഫിക്കറ്റും വേണം. In India, the Rehabilitation Council of India provides these services for licensing persons with appropriate qualification to serve as counselors. RCA കൊടുക്കുന്നത് ശരിക്കും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന് RCA കൊടുക്കുന്നില്ല, കാരണം RCA റീഹാബിനാണ് കൊടുക്കുന്നത് കേട്ടോ. The Rehabilitation Council of India, RCA, was set up as a registered society in 1986. On September 1992, the RCA Act was enacted by Parliament and it became a statutory on 22 June 1993. The Act was amended by Parliament in 2000 to make it more broad-based. RCA നിലവിൽ വന്ന വർഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നത്. The mandate given to RCA, ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന് RCA നിർബന്ധമില്ല, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് മാത്രമാണ്. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന് ഒറിജിനൽ ഇതുവരെ ഒരു പ്രത്യേക ലൈസൻസ് വന്നിട്ടില്ല. ഗവൺമെന്റ് അതോറിറ്റീസിൽ നമ്മൾ ലൈസൻസ് എടുക്കുകയാണ് ചെയ്യുക. നേരെ മറിച്ച് ഈ റിഹാബ് വരുന്ന, പുനരധിവാസം വരുന്ന ആരും, അത് മെന്റൽ ഡിസോർഡേഴ്സ്, അതുപോലെ എന്താ പറയാ മെന്റൽ റിട്ടാർഡേഷൻ, അങ്ങനെ റിഹാബ് വരുന്ന ഏത് മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും RCAയുടെ സർട്ടിഫിക്കറ്റും ലൈസൻസും ആവശ്യമാണ്. The mandate given to RCA to regulate them and monitor services given to persons with disability, to standardize syllabi and to maintain a central rehabilitation register of all qualified professional and personnel working in the field of rehabilitation and special education. കണ്ടോ, അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മേഖലയാണ് റീഹാബിലിറ്റേഷൻ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ആ വിഭാഗത്തിൽ ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റിക്കോ മെന്റൽ ഡിസോർഡറിനോ ഇന്റലക്ച്വൽ ഡിസബിലിറ്റിക്കോ അങ്ങനെ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ അവർ RCAയിൽ നിന്ന് എന്തെടുക്കണം, ലൈസൻസ് എടുക്കണം. നേരെ മറിച്ചൊരു ഇൻസൈറ്റില് സാധാരണ ആളുകളെ കാണുന്ന കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന് ഗവൺമെന്റ്, അതായത് കോർപ്പറേഷനിലും പഞ്ചായത്തിൽ നിന്നുമാണ് ലൈസൻസ് എടുക്കേണ്ടത്. The Act also prescribes punitive action against unqualified person delivering service to person with a disability. ഈ ഡിസബിലിറ്റി ഉള്ളവർക്ക് RCAയുടെ രജിസ്ട്രേഷൻ ഇല്ലാത്തവര് എന്തെങ്കിലും ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് പണിപാളുന്ന കേസാണ്, പണിറ്റീവ് ആണ്. RCA trains master trainers, rehabilitation professionals and personnel for creating better service delivery facilitate for a person with a disability. കണ്ടോ, RCA ട്രെയിൻ ചെയ്യുന്നത് ലൈസൻസ് കൊടുക്കുന്ന ആർക്കാണ്? ഡിസബിലിറ്റി ഉള്ള പേഴ്സൺസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഫെസിലിറ്റീസ് കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി. However, it does not offer any direct benefit, financial or material help to the person with the disability. RCA registration കൊണ്ട് ഡിസബിലിറ്റി ഉള്ള ആൾക്ക് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല, പക്ഷെ ഡിസബിലിറ്റി ഉള്ള ആളെ ചികിത്സിക്കുകയോ പരിപാലിക്കുകയോ ചെയ്യുന്ന ആൾക്ക് RCA registration വേണം. The person registered with RCA shall be entitled to practice as a rehabilitation professional person in any part of India and to recover in due course of law in respect of such practice any expenses, charges in respect to medicaments or other appliances or any fees to which may be entitled. അപ്പോൾ ഈ RCA രജിസ്ട്രേഷൻ ഉള്ളവർക്ക് ഈ ഒരു രജിസ്ട്രേഷൻ വെച്ചിട്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഈ ഒരു അണ്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആൾക്ക് അതിന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താവുന്നത്. There are certain conditions also attached to these personnel who are working as rehabilitation professionals, and these are given below. Rehabilitation, പുനരധിവാസത്തിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, കണ്ടീഷൻസ് ഉണ്ട്, അതാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. No person other than the rehabilitation professionals, person who possesses a recognized rehabilitation qualification and is enrolled on the സെൻട്രൽ റീഹാബിലിറ്റേഷൻ രജിസ്റ്റർ. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് കേട്ടോ. അതായത് ഈ റിഹാബിന്റെ അണ്ടറിൽ വരാത്ത ആർക്കും ഈ പണി ചെയ്യാൻ പറ്റില്ല. ഇനി അണ്ടറിൽ വരുന്നവര് പാലിക്കേണ്ട കണ്ടീഷൻസ് ആണ് പറയുന്നത്. Shall hold office as a rehabilitation professional or any such office by whatever designation called in government or in any institution maintained by local or other authority. അവർക്ക് ഒരു ഓഫീസ് ഇടാം, അവരുടെ സ്വന്തം പേരിലോ അല്ലെങ്കിൽ ഗവൺമെന്റുമായിട്ട് ബന്ധിപ്പിച്ചിട്ടൊക്കെ ഓഫീസ് ഇടാൻ ബുദ്ധിമുട്ടില്ല റീഹാബ് ചെയ്യാൻ വേണ്ടി. Shall practice as rehabilitation professional anywhere in India. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. Shall be entitled to sign or authenticate any certificate required any law to be signed or authenticated by a rehabilitation professional. Rehabilitation professional സൈൻ ചെയ്യേണ്ടതായിട്ടുള്ള പേപ്പേഴ്സ് ഒക്കെ സൈൻ ചെയ്യാം. ഇവിടെയും LD അതുപോലെ പെൻഷന്റെ പേപ്പറൊക്കെ സൈൻ ചെയ്യണമെങ്കിൽ
ഗവൺമെന്റ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന RCI ഓഫീസാണ്. ഇപ്പം സ്ക്രൈബിനൊക്കെ വെക്കണമെങ്കിൽ കുതിരോട്ടത്തൊക്കെയാണ് നമ്മുടെ പ്രൊഫഷണൽസ് പോവാറുള്ളത്. ഐ മീൻ കേരളത്തിലുള്ളവര്, ഐ മീൻ കോഴിക്കോട് ആ മലബാർ ഏരിയയിൽ, അതായത് അത് സർട്ടിഫൈ, അതായത് പെൻഷന് വേണ്ടി, അതുപോലെ തന്നെ അങ്ങനത്തെ ഗവൺമെന്റിൽ സ്കൂളിൽ കൊടുക്കാനൊക്കെ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ്, തനിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നൊരു സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ സൈൻ ചെയ്യേണ്ടത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന റിഹാബ് ലൈസൻസ് ഉള്ള ആളായിരിക്കണം. Shall be entitled to give any evidence in any court or as an expert under Section 45 of the Indian Evidence Act 1872 on any matter relating to handicap. എന്തെങ്കിലും തെളിവ് കോടതി മുമ്പാകെ കൊടുക്കണമെങ്കിൽ പിന്നെ എന്താ പറയാ സാക്ഷിയായിട്ട് പോവാവുന്നതും. കണ്ടീഷൻസ് ഇതൊക്കെയാണ്. RCI രജിസ്ട്രേഷൻ ഉള്ളവർക്കുള്ള കണ്ടീഷൻസ്, ഓഫീസ് ഇടാം, എവിടെ വേണമെങ്കിലും ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാം, അതുപോലെ തന്നെ സർട്ടിഫിക്കേഷനിലൊക്കെ സൈൻ ചെയ്യാം, അതുപോലെ തന്നെ കോർട്ടിലൊക്കെ എവിഡൻസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അവരുടെ വാക്കുകൾ സ്വീകരിക്കുന്നതും ആണ്. അപ്പൊ പറഞ്ഞു വന്നത് ലൈസൻഷ്യർ ആണ്. ഇപ്പൊ ശരിക്കും ഇത് ലൈസൻഷ്യർ പറയുന്നത് റിഹാബിന്റെ കാര്യങ്ങളാണ്. അതായത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ റീഹാബിൽ വർക്ക് ചെയ്യുന്നവരുടെ ലൈസൻഷ്യറും കാര്യങ്ങളാണ്. കാരണം കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകൾക്ക് പ്രത്യേകമായിട്ടൊരു ലൈസൻഷ്യർ ഇതുവരെ ഇന്ത്യയിൽ വന്നിട്ടില്ല. വരും, നമ്മളൊക്കെ അതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് ഗവൺമെന്റ് അതോറിറ്റീസ് ആണത് തരുന്നത്. ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി അതർ ക്വാളിഫിക്കേഷൻ ആണ്. In other countries aside from India, people interested in counseling should have a strong desire to help others and should be able to inspire respect, trust and confidence. മറ്റ് കൺട്രികളിൽ, അതായത് ഇന്ത്യ അല്ലാത്ത കൺട്രിയിൽ കൗൺസിലിംഗിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും ട്രസ്റ്റ് ചെയ്യാനും കോൺഫിഡൻസ് ഒക്കെ ഉള്ളവരെ ആയിരിക്കണം. They should be able to work independently or as part of a team. ഒറ്റയ്ക്കോ ടീമായിട്ടൊക്കെ വർക്ക് ചെയ്യാം. Counselors must follow the code of ethics associated with their respective സർട്ടിഫിക്കേഷൻ ആൻഡ് ലൈസൻസ്. എല്ലാ സർട്ടിഫിക്കേഷനും എത്തിക്കൽ കോഡ് ഉണ്ടാവും. അതനുസരിച്ച് മാത്രം വേണം നമ്മൾ പ്രവർത്തിക്കാൻ. കൗൺസിലർ must possess high physical and emotional energy to handle the array of problems that they address. Dealing daily with these problems can cause stress. കണ്ടോ, കൗൺസിലർ എന്താക്കണം? നല്ല ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ എനർജി ഉള്ള ആൾ തന്നെ ആയിരിക്കണം. അതായത് ചില കേസുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിലപ്പോൾ കുറച്ചൊരു തലവേദനയൊക്കെ എടുക്കാറുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ട ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഞാനൊക്കെ ചെയ്യാറില്ല. ചിലപ്പോൾ ഞാൻ വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്ത് ഒരു ചായ ഒക്കെ കുടിച്ച് വരും. നല്ല ഇമോഷണൽ എനർജി വേണം പ്രോബ്ലംസ് ഒക്കെ അഡ്രസ് ചെയ്യാനും. ചിലവരൊക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നേ വേണം, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് വരും. അപ്പം ഈ പ്രൊഫഷനോട്, അതായത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേട്ട് അതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കരുത്ത് നമുക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊക്കെ സ്ട്രെസ് വരും. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനിയാണ് സർട്ടിഫിക്കേഷൻ ആൻഡ് അഡ്വാൻസ്മെന്റ്. In advanced countries, some counselors elect to be certified by National Board of Certified Counselors, which grants a general practice credential of National Certified Counselor. ചില കൺട്രീസിൽ, അഡ്വാൻസ്ഡ് കൺട്രീസിൽ, അമേരിക്ക പോലെയുള്ള, ബ്രിട്ടൻ പോലെയുള്ള അഡ്വാൻസ്ഡ് കൺട്രീസിൽ ചില കൗൺസിലേഴ്സിന് നാഷണൽ സർട്ടിഫൈഡ് കൗൺസിലർ അതോറിറ്റി അവർ സർട്ടിഫിക്കേഷൻ കൊടുക്കാറുണ്ട്. This national certification is voluntary and is distinct from state licensing. State licensing പോലെയല്ല, നമ്മള് സ്റ്റേറ്റ് തരുന്ന പോലെയല്ല, നാഷണൽ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആണ്, വോളണ്ടറി ആണ്, നിർബന്ധമാണ്. However, in some states, those who pass the national exam are exempt from taking a state certification exam. ഇനി ചില സ്റ്റേറ്റുകളിൽ ഈ നാഷണൽ എക്സാം ഉള്ളവർക്ക് എന്താണ്, സ്റ്റേറ്റ് സർട്ടിഫിക്കേഷൻ എക്സാം അറ്റൻഡ് ചെയ്യാവുന്നത് ആണ്. The board also offers specialty certifications in school, clinical mental health and addiction counseling. ഇത് കൂടാതെ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന കുറച്ച് ഏരിയകളാണ്. സ്കൂൾ കൗൺസിലർക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കാണ്. ഇന്ത്യയിലുള്ള കാര്യമല്ല, ഇപ്പൊ പറയുന്നതുകൊണ്ട് പുറത്തുള്ള കാര്യമാണ്. ക്ലിനിക്കൽ മെന്റൽ ഹെൽത്ത്, അഡിക്ഷൻ കൗൺസിലിംഗ്, അങ്ങനെ അവര് സർട്ടിഫിക്കേഷൻ. ഇവിടെ അതൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ആകെ ഒരു RCIയുടെ മാത്രമാണ് ഇന്ത്യയിലുള്ളത്, വേറെ ഒരു ലൈസൻസും ഇന്ത്യയിലില്ല. ഏറ്റവും വലിയ ഡ്രോബാക്കും അതാണ്. RCIയുടെ ലൈസൻസ് മാത്രമേ ഉള്ളൂ. പുറത്തൊക്കെ എല്ലാത്തിൻ്റെതായിട്ടുള്ള ലൈസൻസ് ഉണ്ട്. കൗൺസിലർ സൈക്കോളജിസ്റ്റ് ലൈസൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയാവും.
2024 അത് വർക്ക്ഔട്ട് ആവുമെന്ന് വിശ്വസിക്കുന്നു. The Commission on Rehabilitation Counselor Certification offers, voluntary national certification for rehabilitation counselors. അപ്പോൾ റീഹാബിലിറ്റേഷൻ സെന്ററിൽ പുറത്തൊക്കെ ആണെങ്കിൽ ഈ നാഷണൽ സർട്ടിഫിക്കേഷൻ നിർബന്ധമാണ്. Many state and local governments and other employers require rehabilitation counselor to have this certification. അവിടെ ഈ rehabilitation counselors certification, national level certification നിർബന്ധമാണ്. To become certified, rehabilitation counselor usually must graduate from an accredited educational program, complete an internship and pass a written exam. കണ്ടോ, ഈ സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ PG കഴിയണം, ഇന്റേൺഷിപ്പ് ചെയ്യണം, അതിന് റിട്ടേൺ എക്സാം ഉണ്ട്. പുറത്താണ്, നമ്മുടെ നാട്ടിലല്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ PG കഴിഞ്ഞാൽ മാത്രം മതി RCAയുടെ ലൈസൻസ് എടുക്കും, പാസ്സായാൽ മാത്രം മതി. ഇന്റേൺഷിപ്പ് അതിന്റെ ഭാഗമായിട്ട് നടക്കും. Certification requirements vary, however, according to the applicant's educational history. Educational history അനുസരിച്ച് സർട്ടിഫിക്കേഷന്റെ റിക്വയർമെന്റ് മാറിക്കൊണ്ട് ഇരിക്കും. പുറത്തല്ല, ഓരോന്നിനനുസരിച്ചും ഓരോ സർട്ടിഫിക്കേഷനാണ്. Employment experience, for example, is required for those with a counseling degree in a specialty other than rehabilitation. കണ്ടോ, ചിലതിന് എക്സ്പീരിയൻസ് നിർബന്ധമാണ് സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ, ചിലതിന് എക്സ്പീരിയൻസ് വേണ്ടി വരില്ല. അപ്പൊ ഏത് മേഖലയാണോ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ സ്ഥലത്തും കൊടുക്കാറുള്ളത് ലൈസൻസിന് വേണ്ടിയിട്ട്. To maintain their certification, counselor must successfully retake the certification exam or complete 100 credit hours of acceptable continuing education every 5 years. പുറത്തൊക്കെ ഈ ലൈസൻസ് നിലനിർത്തണമെങ്കിൽ ഓരോ 5 വർഷത്തിലും അവര് എന്താക്കണം, എക്സാം എഴുതുകയോ അല്ലെങ്കിൽ 100 ക്രെഡിറ്റ് ഹവേഴ്സ് അവര് ചെയ്യണം. എന്തോ ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഹവേഴ്സ് ഉണ്ട്, അവരെ നിയമിക്കുന്ന ഒരു 100 ഹവേഴ്സ് ഉണ്ട്. 5 വർഷത്തേക്ക് അവരത് ചെയ്യുകയും വേണം. അപ്പോ ഇത്രയും പറഞ്ഞു വന്നത് ലൈസൻഷ്യറെ പറ്റിയിട്ടാണ്. അതായത് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ്, എന്തൊക്കെ ലൈസൻസ് ആണ്. ഇന്ത്യയിലാണെങ്കിൽ RCA മാത്രമാണ്. ചില സ്റ്റേറ്റില് സ്കൂൾ സൈക്കോളജിക്ക് പ്രത്യേക സർട്ടിഫിക്കേഷൻ ഉണ്ട്, കേരളത്തിൽ അതില്ല കേട്ടോ. ഞാൻ അറിയുന്നില്ല ഏത് സ്റ്റേറ്റിലൊക്കെയാണ് ഉള്ളത്. പിന്നെ ക്വാളിഫിക്കേഷൻസും പറഞ്ഞു, സർട്ടിഫിക്കേഷൻ ആൻഡ് അഡ്വാൻസ്മെന്റ് ഇന്ത്യ അല്ലാതെയുള്ള സ്ഥലത്തുള്ള കാര്യങ്ങളും പറഞ്ഞു. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനിയാണ് കൗൺസിലറും അവരുടെ വാല്യൂസും കേട്ടോ. Each of us comes to the counseling encounter with a complex and hard one set of values. ഒത്തിരി കോംപ്ലക്സ് ആണ്, ഒത്തിരി ഹാർഡ് വാല്യൂസ് ആണ്. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രൂപവും ഭാവം നോക്കി നമ്മുടെ മതം പോലും നിശ്ചയിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു പിന്നെ ഒരുപാട് കുറി കൊന്തൊന്നും ഇടാൻ പാടില്ല എന്നുണ്ട്. കാരണം അതുപോലെ തന്നെ മുറുകയൊന്നും ഇട്ടിട്ട് നമുക്ക് കൗൺസിൽ ചെയ്യാൻ പറ്റില്ല. ഒത്തിരി വാല്യൂസ് ഉണ്ട്. അപ്പൊ ഭയങ്കര ഹാർഡുമാണ്, കോംപ്ലക്സുമാണ്. Both the client and counselor will hold certain principles to do with interpersonal conduct. Interpersonal conduct. Not only that, but counselor and client actually have different value system. Like, any value system I can counselor, like jati, mother, pinne rashtriya, alla vyathyasam. It is important to know that anyone's value system is likely to contain inherent contradiction. That is contradiction which, if exposed, can result in high level of anxiety and lead to നമ്മളടുത്ത് വരുന്നവർക്ക് അവരുടെ വാല്യൂ സിസ്റ്റത്തിനനുസരിച്ച് അവർക്ക് നല്ല കോൺട്രാഡിക്ഷൻസ് ഉണ്ടാവും. അവരുടെ മതപരമായിട്ടുള്ള, ജാതിപരമായിട്ടുള്ള, രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്തകൾ അവർ മുറുകെ പിടിക്കുന്നതാണ്. നമ്മൾ അതിന് എതിർത്ത് പറയുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ഭയങ്കര ആൻസൈറ്റി ഉണ്ടാക്കും. സോ നമ്മൾ അതിന് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ വാല്യൂ സിസ്റ്റം ഒരിക്കലും അവരിലേക്ക് പോവരുത്. Inevitably, the counseling encounter will be dealing with the client's inability to decide between possible courses of action, and this will mean that they will need to explore and, if necessary, modify their own value system. ചിലപ്പം അവർക്ക് ഈ വാല്യൂ സിസ്റ്റം കാര്യമായിരിക്കും പ്രശ്നം ഉണ്ടാകുന്നത്. അമിതമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ പലരെയും പ്രശ്നത്തിൽ എത്തിക്കാറുണ്ട്. പക്ഷേ നമ്മൾ എൻകൗണ്ടർ ചെയ്യുമ്പം കറക്റ്റ് ആ ഒരു വേല് വേണം. അത് മോഡിഫൈ ചെയ്യുന്നത് വളരെ കെയർഫുൾ ആയിട്ട് വേണമെന്ന്. എന്തെങ്കിലും ഒന്ന് മോഡിഫൈ, ഇപ്പം ഈ അടുത്ത് വന്നു എന്താ, ഇപ്പൊ കുറെ പേര് വരുന്നുണ്ട് കൂടോത്രം ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളായിട്ട്. അപ്പോ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നവര് അത് അവരുടെ വാല്യൂ സിസ്റ്റം. അത് വളരെ എന്താ പറയുക, ഡെലിക്കേറ്റ് ആയിട്ട് വേണം നമ്മൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. This in turn means that if the counselor is to be at all helpful, she must be able to enter the world of client's value system so that she is able to understand potential source of conflict. നമ്മൾ അവിടെ വാല്യൂ സിസ്റ്റത്തിലേക്ക് എൻ്റർ ആയിട്ട് അവർക്ക് നമ്മൾ ഇതിനെ ബ്രേക്ക് ചെയ്താലുള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ മനസ്സിലായിട്ട് ഡെലിക്കേറ്റ് ആയിട്ട് വേണം നമ്മളതിനെ ഹാൻഡിൽ ചെയ്യാൻ.
It is imperative that the counselor is able to do this non-judgmentally. ഒരു രീതിയിൽ നമ്മളവിടെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. That is, she need to be able to entertain her own disbeliefs and to the extent that she is able to either model or suggest alternative which will be effective as well as minimally disruptive. അപ്പോ ഞാൻ പറയുമ്പോൾ എനിക്ക് ആ കേസ് ഓർമ്മ വരികയാണ്. നമ്മുടെ ഡിസ്ബിലീഫിനെയാണ് നമ്മൾ എന്റർടൈൻ ചെയ്യേണ്ടത്. ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, നീ ഞാൻ 25,000 നിനക്ക് തരാം, നീ എനിക്ക് പോയിട്ട് കൂടോത്രം ചെയ്ത് എനിക്ക് ഒരു കുഴപ്പമില്ല, എന്നിട്ട് നീ നോക്ക് ഞാൻ തകർന്നു പോകുന്നുണ്ടോ എന്നുള്ളത്. അപ്പം എന്റെ ഡിസ്ബിലീഫ് നമ്മൾ കറക്റ്റ് എന്റർടൈൻ ചെയ്യണം. അത് മിനിമലി ഡിസ്ട്രപ്റ്റീവ് ആയിട്ട് നമ്മൾ, എന്നാലേ നമുക്ക് ഞാൻ ഇതിൽ വിശ്വസിക്കുന്നേ ഇത് കാരണം ഒരു പ്രശ്നവും ഒരു ആർക്കും ഉണ്ടാവുന്നില്ല എന്നുള്ള രീതിയിൽ വേണം, ഡെലിക്കേറ്റ് ആയിട്ട് വേണം നമ്മൾ അവരുടെ വാല്യൂ സിസ്റ്റത്തിനെ മാറ്റാൻ. ശരിക്കും ഒരു ആർട്ട് തന്നെയാണ് കേട്ടോ. വളരെ, കാരണം കൂടത്രക്കാരൊക്കെ ഞാൻ ഇവിടുന്ന് നല്ല രീതിയിൽ റിക്കവർ ആയിട്ട് വിട്ടിട്ടുണ്ട്. ഒരു കൊച്ചിന് ഇതിൻ്റെ അകത്തിരിക്കുമ്പോ പോലും ആൻസൈറ്റി കയറായിരുന്നു. ആ കൂടോത്രം ചെയ്തതിനെ കൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ ഇവിടുന്ന് ആ ഒരു വാല്യൂ സിസ്റ്റം വളരെ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്തപ്പം 3/4 ഭാഗമായിട്ട് പ്രശ്നം അവിടെ തീർന്നു. 3 സെഷൻ എടുത്തപ്പോഴത്തേക്കും ആക്ക് വിദേശത്തേക്ക് പോകാനുള്ള കോൺഫിഡന്റ് വന്നു. ഇപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, നന്നായിട്ട് പോകുന്നു. If the counselor has a sense of missionary zeal or a desire to impose a set of beliefs other than those inherent in skills, she is likely to, at best, be ineffective and at worst, highly destructive to the well-being of her client. നല്ല രീതിയിൽ അല്ല നമ്മൾ ഇതിനെ കൊടുത്തിട്ടുള്ളെങ്കിൽ വേഴ്സ്റ്റ് ആയിട്ട് മാറും. അതായത് കറക്റ്റ് സെറ്റ് ഓഫ് ബിലീഫ്സ് ഇമ്പോസ് ചെയ്യാനുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു ഇൻഹറന്റ് സ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് വേഴ്സ്റ്റ് ആയിട്ട്, അതായത് നമ്മൾ അവരുടെ വാല്യൂ സിസ്റ്റം, അതായത് അവർക്ക് ഉണ്ടാവുന്ന ബിലീഫ് അല്ലെങ്കിൽ വാല്യൂ സിസ്റ്റം കാരണമാണ് അവർക്ക് ഈ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കി ആ വാല്യൂ സിസ്റ്റം മോഡിഫൈ ചെയ്യാൻ നമുക്ക് അത്രയും കഴിവില്ല എന്നുണ്ടെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്. അത് അവരിപ്പോ ഇരിക്കുന്നതിലും മോശപ്പെട്ട രീതിയിലേക്ക് ആക്കി മാറ്റും. In relation to the notion that counseling is simply effective communication, it should be noted that highly skilled communicators are often in the business of persuasion, such as example Adolf Hitler was, and so are salespeople, politicians and media representatives. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വന്നാൽ പെർസ്വേഷൻ, അതായത് അഡ്വൈസ് കൊടുത്തിട്ട് മാറ്റാൻ പറ്റുക, നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് മാറ്റാൻ പറ്റുക. ഇതും അങ്ങനെ തന്നെ, റിക്വസ്റ്റ് ചെയ്യുക. ഞാൻ പറയല്ലേ, ഞാൻ 25,000 തരാം, നീ താൻ എനിക്ക് കൂടോത്രം ചെയ്തോ, എനിക്ക് ഒരു പ്രശ്നവുമില്ല, നീ എന്നെ നോക്ക്, എനിക്ക് എന്തെങ്കിലും തകർച്ച സംഭവിക്കുന്നുണ്ടോ എന്ന്. അതാണ് അഡോൾഫ് ഹിറ്റ്ലറും കുറെ പൊളിറ്റീഷ്യൻസ് ഒക്കെ പെർസ്വേഷൻ. അപ്പം ഈ കൗൺസിലിംഗിൽ ഇരിക്കുമ്പോഴും നമുക്ക് പെർസ്വേഷന് കഴിവ് വേണം. അത് എന്തിനാണ്? അവരെ ഉപദ്രവം ചെയ്യാത്ത രീതിയിൽ, അവർക്ക് ബുദ്ധിമുട്ട് ഡിസ്ട്രക്ഷൻ ഇല്ലാത്ത രീതിയിൽ അവരെ വാല്യൂ സിസ്റ്റത്തിനെ മാറ്റി എഴുതാൻ. ഇത്രയും ഓക്കെയാണോ? കൗൺസിലർ ആൻഡ് വാല്യൂസ് ഓക്കെയാണോ? Effective counseling implies that the inherent values of tolerance, acceptance, and respect for the individual often do not ensure effective communication. കണ്ടോ, എഫക്റ്റീവ് കൗൺസിലിംഗ് പറയുന്നുണ്ട് ഇൻഹറന്റ് വാല്യൂസ് ഓഫ് ടോളറൻസ്, ആക്സെപ്റ്റൻസ് ആൻഡ് റെസ്പെക്ട് ഫോർ ദ ഇൻഡിവിജ്വൽ, അത് മാത്രം ഉണ്ടായെന്ന് വെച്ചിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത്. അതായത് വാല്യൂസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള സഹനശക്തി, മറ്റേ ആളെ റെസ്പെക്ട് ചെയ്യുക, അത് മാത്രം കൊണ്ടൊന്നും നല്ല കമ്മ്യൂണിക്കേഷൻ ആവില്ല കേട്ടോ. What we can say is that effective communicators are able to use many of basic skills of counseling in order to get their message across. കുറെ സ്കിൽ ഉപയോഗിച്ചിട്ട് രസകരമായിട്ടും ഗൗരവകരമായിട്ടൊക്കെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം അവരിലേക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റണം. But this has nothing to do with the value or otherwise of the message itself. പക്ഷെ ഇത് വാല്യൂ മാറ്റുകയോ മെസ്സേജ് മാറ്റുകയോ എന്നല്ല, സ്കില്ലാണ്. ഞാൻ പറഞ്ഞ കൗൺസിലിംഗ് ഇസ് ഓൾ അബൌട്ട് സ്കില്ലാണ്. കൃത്യമായിട്ട് കൊടുത്താൽ കൃത്യമായിട്ടുള്ള വ്യത്യാസം വരും. Both communication and counseling call upon knowledge, including an understanding of action-based technique to promote constructive interpersonal dynamics. ഒരു കൗൺസിലിംഗിനായിട്ട് കമ്മ്യൂണിക്കേഷനായിട്ട് നമുക്ക് നല്ല നോളജ് ഉണ്ടായിരിക്കണം. ആക്ഷൻ ബേസ്ഡ് ടെക്നിക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ബോധം ഉണ്ടായിരിക്കണം, നോളജ് ഉണ്ടായിരിക്കണം. ബട്ട് ദിസ് നോളജ് ക്യാൻ ബി ഓൾസോ യൂസ്ഡ് ക്വൈറ്റ് ഡിസ്ട്രക്റ്റീവ്ലി. പക്ഷെ ആ നോളജ് ആളെ നശിപ്പിക്കാൻ, ഓവർ മതവിശ്വാസം ഒക്കെ ഉള്ള ആളാണെങ്കിൽ ആ കൂടോത്രമായിട്ട് വരുന്നതിന്
കുറച്ചുകൂടി നിങ്ങൾ നിന്ന സ്ഥാനത്തൊക്കെ പോയിക്കോളെന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ നിന്ന മന്ത്രവാദിന്റെ അടുത്ത് പോയിക്കോളെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒരാളെ നോളജിന് ഒരാളെ നന്നാക്കാനും ഡിസ്ട്രക്ട് ചെയ്യാനും അറിയാം. നന്നാക്കാനുള്ള നോളജാണ് നമുക്ക് ആവശ്യം കേട്ടോ. ഇപ്പൊ കൂടോത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. മൈൻഡ് ചെയ്യുന്ന ഭരണങ്ങളറിയില്ല, ചിലർ കേൾക്കുന്നുണ്ട്, മൈൻഡ് ചെയ്യുന്നതാണ്. കൂടോത്രം പഠിക്കാതെ വിശ്വസിക്കുന്നവനാണ്. കൂടോത്രം ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് കൂടോത്രം ചെയ്തിട്ട് ചുമ്മാ പറഞ്ഞാൽ മതി, അവൻ തകർന്നോളും. മൈൻഡ് ചെയ്യുന്ന പരിപാടി. ആ നോളജ് ഒക്കെ നമുക്ക് തറവായിട്ട്. For clients who are usually at their most vulnerable when attending counseling, it is imperative that counselor use their skills in a way that protects the fragile client further abuse through misuse of authority and status. നമ്മളടുത്ത് വൾണറബിൾ ആയിട്ട് വരിക, ഒരു രക്ഷയില്ലാണ്ട് വരിക, അവരെ കൂടുതൽ മിസ്യൂസ് ചെയ്യുകയോ, അതായത് ഒരു അതോറിറ്റി ഫിഗർ ആയിട്ട് നിന്ന് അവരെ കൂടുതൽ അബ്യൂസ് ചെയ്യുകയോ മിസ്യൂസ് ചെയ്യാനോ ഒരിക്കലും പാടില്ല. അതായത് എന്താണ്, അബലനെ കൂടുതൽ പ്രശ്നത്തിലേക്ക് ആക്കരുത്. കാരണം പലരും ചെയ്ത് കാണാറുണ്ട് ഈ പ്രശ്നത്തിലൊക്കെ വരുന്നതാണ് മിസ്യൂസ് ചെയ്യാൻ, അബ്യൂസ് ചെയ്യാൻ. Effective counselor hold ethical values that effective communication often do not have. Effective communication പോലും ഇല്ലാത്ത കുറച്ച് വാല്യൂസ് എഫക്റ്റീവ് കൗൺസിലേഴ്സ് മുറുകെ പിടിക്കണം. അതായത് എന്തൊക്കെയോ ആയിട്ട് നമ്മളടുത്തേക്ക് വരാം, അവരെ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത് ബിലീഫ്സ് ആക്കി അവരെ ആ പ്രശ്നത്തിൽ നിന്ന് കരകയറ്റാനാണ്. അല്ലാതെ അവർക്കുള്ള ബിലീഫിനെ ഡിസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂട്ടിക്കൊടുക്കാനോ പരാജിതനായിട്ട് നിൽക്കുന്നവനെ കൂടുതൽ അബ്യൂസ് ചെയ്യുകയല്ല വേണ്ടത്. അവരെ എത്തിക്സ് ഹോൾഡ് ചെയ്യണം അറ്റ് ദ അറ്റ്മോസ്റ്റ്. അതാണ് ഒരു കൗൺസിലറിന്റെ ഏറ്റവും കൂടുതൽ. നമ്മളുടെ അടുത്ത് അവരുടെ ജീവൻ, ഒരു പിന്നെ മെഡിക്കൽ ഡോക്ടർ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പോകുന്ന പോലെ തന്നെ ചിലപ്പോൾ ഒരാളെ സൂയിസൈഡിൽ നിന്ന് അയാളെ ജീവിതത്തിൽ നിന്ന് കരകയറ്റാൻ നമ്മളെ കൊണ്ട് പറ്റും. ഹൈ ഹോൾഡ് എത്തിക്സ് നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ ആണോ? Here comes an end of Unit 1. യൂണിറ്റ് 1 ഇവിടെ തീർന്നു, പേടിക്കേണ്ട. ബാക്കി 2 സബ്ജക്റ്റിന്റെ യൂണിറ്റ് 1 നമ്മൾ ഫ്രീ ക്ലാസ് ആയിട്ട് എടുക്കുന്നതാണ്. അതിനുശേഷം ഈ 3 സബ്ജക്റ്റിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു കൗൺസിലിംഗ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കൗൺസിലർ ആയിരുന്നു. കൗൺസിലിംഗിന്റെ ഡെഫിനേഷൻ നമ്മൾ വിശദമായിട്ട് നോക്കി. കൗൺസിലിംഗും ഗൈഡൻസും നമ്മൾ വ്യത്യാസം എന്തൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. ഗൈഡൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്ന് നോക്കി. പിന്നെ കൗൺസിലിംഗും സൈക്കോതെറാപ്പിയും എന്താണെന്ന് നോക്കി. പിന്നെ കൗൺസിലറിന്റെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെ ഹോൾമാർക്സ് ആണ് ഒരു കൗൺസിലറിന് വേണ്ടത്, ഒരു കൗൺസിലറുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അയാൾക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, പിന്നെ എന്തൊക്കെ ട്രെയിനിങ്സ്, ഒരു കൗൺസിലർ ആയിരിക്കുമ്പോഴുള്ള ട്രെയിനിങ് എന്തൊക്കെയാണ്, അതുപോലെ ഒരു സ്റ്റുഡന്റ് ആയിരിക്കുമ്പോഴുള്ള ട്രെയിനിങ് എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് നമ്മൾ നോക്കി. അതുപോലെ ലൈസൻസ്, എങ്ങനെയാണ് ഒരു കൗൺസിലർ ലൈസൻസ് എടുക്കുക എന്നുള്ളത് വിശദമായിട്ട് നമ്മൾ നോക്കി. അതർ ക്വാളിഫിക്കേഷൻ നോക്കി. അവസാനത്തായിട്ട് നമ്മൾ നോക്കിയത് ഒരു കൗൺസിലർ ആൻഡ് വേണ്ട വാല്യൂസ് എന്തൊക്കെയാണ്. ഇത്രയുമാണ് ഫസ്റ്റ് യൂണിറ്റിൽ ഉള്ളത്. നിങ്ങൾക്ക് 3 വീഡിയോസും 3 ക്ലാസ്സും കണ്ടവരാണോ? ഓക്കെ, എന്തായാലും കണ്ടു 3 ക്ലാസ്സോടെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. ഇനി മൺഡേ നിങ്ങൾക്ക് MPCE 022 ഫസ്റ്റ് യൂണിറ്റിന്റെ ഫുൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. മൺഡേ പുതിയൊരു സെഷനുമായി വീണ്ടും കാണും. സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ.